ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 98 ഉത്തരാർജിതത്തിലെ 6-ാം അധ്യായത്തിലെ 5-ാമത്തെ ഖണ്ഡമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതിലെ ദേവത ഇന്ദ്രനാണ്. അപ്പോൾ ഇന്ദ്രനാണ് ഏത് യജ്ഞം നടത്തുന്നതെങ്കിലും അതിനെ പൂർത്തീകരിക്കുന്ന, ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. ഇന്ദ്രൻ ആരാണെന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു, എന്നാലും പറയുകയാണ്. സയൻസ് കൊണ്ട് മാത്രം യജ്ഞം നടക്കില്ല. ഉദാഹരണമായിട്ട് സാമ്പാറിന് വേണ്ട സാധനങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ സാമ്പാറാവും. ഒരു സയൻസ് തത്വമാണത്. പക്ഷേ ആ സയൻസ് തത്വം ഉള്ളത് കൊണ്ടും അതിൻ്റെ വേണ്ട സാധനങ്ങൾ ഉള്ളത് കൊണ്ടൊന്നും സാമ്പാറാവില്ല. സാമ്പാറാണ്ടെങ്കിൽ നമ്മളതിനെ ഏകോപിപ്പിക്കണം. അപ്പം ഏതിനും ഒരു മാനേജ്മെൻറ്റ് വേണം. സയൻസ് മാത്രം മാറ്റാം, മാനേജ്മെൻറ്റും വേണം. അവിടെയാണ് ടെക്നോളജി, ആപ്ലിക്കേഷൻ. അതുകൊണ്ടാണ് എല്ലാ വ്യവസായ ശാലകളിലായാലും മാനേജ്മെൻറ്റ് പ്രധാനമാണ്. സയൻസ് വേണം, മാനേജ്മെൻറ്റും ഉണ്ട്. മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിലേ മുന്നോട്ടേക്ക് പോകാൻ പറ്റും. ഒരു ആശുപത്രി തന്നെയാണെങ്കിലും ആ രോഗങ്ങളെ പറ്റിയെല്ലാം അറിയുന്ന ഡോക്ടർ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമായില്ല. അവരെല്ലാം ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു മാനേജ്മെൻറ്റ് വേണം. അതുപോലെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ആ പാത്രത്തിനകത്ത് പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഏകോപിപ്പിക്കാനുള്ളൊരു ശക്തിവിശേഷമുണ്ട്. ആ ശക്തിവിശേഷത്തെയാണ് വേദ ഇന്ദ്രൻ എന്ന പേര് കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് കർമ്മത്തിലും അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. അങ്ങനെയുള്ള ഇന്ദ്രനെ പറ്റിയാണ് ഇവിടെ സ്തുതിക്കുന്നത്. 352 പറയുകയാണ്, ശത്രുക്കളെ എല്ലായ്പ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൃത്രാസുരനെ നശിപ്പിക്കുന്ന ഇന്ദ്ര. അപ്പോൾ ആരാണ് ശത്രുത? ഏതൊരു യജ്ഞവും ഒരു യുദ്ധമാണ്. ഏതൊരു പ്രവർത്തനത്തിനും ഒരു പ്രതിപ്രവർത്തനമുണ്ട്. എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും അവിടെ അതിനെ എതിർക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ എതിർക്കുന്ന ശക്തിയെ, ഉദാഹരണമായിട്ട് എനിക്കിപ്പോൾ എണീക്കണം എന്ന് വെച്ചോളൂ. എണീക്കണ്ടെങ്കിലും അവിടെ ഒരു എതിർപ്പുണ്ട്. എൻ്റെ ഭാരം എപ്പോഴും താഴോട്ടേക്ക് പോകാൻ ശ്രമിക്കും, എണീക്കാൻ സമ്മതിക്കില്ല. പിന്നെ നമ്മൾ ബലം പ്രയോഗിച്ചിട്ടാണ് എഴുന്നേൽക്കുന്നത്. അപ്പം ദർ ഈസ് എ റിയാക്ഷൻ. അപ്പം അത് തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എണീക്കാൻ പറ്റുള്ളൂ. ആ ശക്തി അഗ്നിയുടെ ഊർജത്തിൻ്റെ സഹായത്താലാണ് നമ്മൾ നേടുന്നത്. അപ്പം ഊർജത്തിൻ്റെ സഹായത്താൽ ഒരു എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് നമ്മൾ പുതിയൊരു സ്റ്റേജിലേക്ക് എത്തുന്നത്. ഒരു പുതിയ വസ്തു ആക്കണ്ടെങ്കിൽ ഒരു എതിർപ്പുണ്ട്. എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ആ എതിർപ്പിനെയാണ് ഇവിടെ ശത്രുക്കളെ ഇല്ലാതാക്കുക. അപ്പം ഈ യജ്ഞത്തിലെല്ലാം പങ്കെടുക്കുന്ന ആ മാനേജ്മെൻറ്റിൻ്റെ സൂപ്പർവൈസറാണ് ഇന്ദ്രൻ. അപ്പം ഇന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ യജ്ഞങ്ങളിലും ശത്രുക്കളെ ഇല്ലാതാക്കുക. ആ ശത്രുവിൽ ഒരു ശത്രുവാണ് വൃത്രാസുരൻ. ആ വൃത്രാസുരൻ നശിപ്പിക്കുന്ന ഇന്ദ്രനോട് പറയുകയാണ്, ഞങ്ങളുടെ സ്തുതികളെ സ്വീകരിച്ചാലും. ഞങ്ങളുടെ സ്തുതികൾ എന്താണ്? സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ. നമ്മുടെ വേദമന്ത്രങ്ങളെ സ്വീകരിക്കുക. നമ്മുടെ വേദമന്ത്രങ്ങൾ എന്താണ്? സയൻസാണ്. സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ യജ്ഞം ചെയ്യുന്നത്. ചോറ് വെക്കുന്നതിൻ്റെ പിന്നിലും ഒരു സയൻസ് ഉണ്ട്. നമ്മളിതൊന്നും അറിയുന്നില്ല. നമ്മൾ പറയാം അരിയും വെള്ളം എല്ലാം എടുത്തിട്ട് അടിയിലങ്ങ് ചൂടാക്കുക, ചോറാവുക. ആ ചോറ്, അവിടെ ഒരു സയൻസ് ഉണ്ട്. നമ്മൾ ചവക്കുമ്പോൾ എന്തെങ്കിലും ചവക്കുകയാണെങ്കിൽ അവിടെ ഒരു സയൻസ് ഉണ്ട്. എന്താണ് സയൻസ്? ആ ചവക്കുന്ന സാധനത്തെക്കാട്ടി ഹാർഡായിരിക്കണം പല്ല്, എങ്കിലേ പല്ലിന് അതിനെ ചവക്കാൻ പറ്റും. അതിനെക്കാട്ടി ഹാർഡാണ് തിന്നുന്ന സാധനമെങ്കിലോ പല്ല് പോവും. ഇരുമ്പെടുത്തിട്ട് ചവക്കാൻ നോക്കിയാലോ? അപ്പം ചവക്കുമ്പോഴും ദർ ഈസ് എ സയൻസ്, ദർ ഈസ് എ സ്തുതികൾ. അപ്പം നമ്മൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ചവക്കുന്നത്. നമ്മൾ ചവക്കാൻ പോകുമ്പോഴും നമ്മൾ എന്താണ് പറയുന്നത്? അല്ലയോ പല്ലേ, നിന്റെ ഹാർഡ്നെസ്സിനെക്കാട്ടിയും കുറഞ്ഞ ഹാർഡ്നെസ് ഉള്ള സാധനമാണ് ഞാൻ വായിൽ തരുന്നത്. നീ അത് ചവച്ച് പദമാക്കുക, എനിക്കതിനുള്ള കഴിവുണ്ട്. ഇതാണ് സ്തുതി.
എല്ലാ യജ്ഞത്തിന്റെ പിന്നിലും പ്രവർത്തിക്കുന്ന ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. അപ്പൊ ഇന്ദ്രനോട് പറയുന്നു, ഞങ്ങളുടെ സ്തുതികളെ യഥാവിധി സ്വീകരിക്കുക. നമ്മൾ സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് നിന്നെ സമീപിക്കുന്നത്. ഒരു പാത്രത്തിൽ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രന് കൊടുക്കുമ്പോഴും നല്ല വെള്ളം എടുക്കണം, നല്ല അരി എടുക്കണം, ആവശ്യത്തിനുള്ള വെള്ളം എടുക്കണം, ആവശ്യത്തിനുള്ള പാത്രം എടുക്കണം, ആവശ്യത്തിനുള്ള ചൂട് കൊടുക്കണം. ഇതെല്ലാം കൊടുത്തിട്ട് ഇന്ദ്രന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ അതിനെ എടുക്കുള്ളൂ. ആവശ്യത്തിനുള്ളത് കൊടുത്തിട്ടില്ലെങ്കിലോ ഇന്ദ്രൻ പറയും, എന്നെ കൊണ്ട് ഇതൊന്നും ഞാൻ തോന്നുന്ന മാതിരി ആക്കി തരും. എന്നേരമുള്ള സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചിലപ്പം അധികം ചൂട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കുഴക്കട്ട മാതിരിയാക്കി തരും. ചൂട് കൊടുത്തില്ലെങ്കിൽ ഞാൻ പകുതി വേവിച്ചിങ്ങ് തരും. അപ്പം ആ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രൻ ചെയ്യും. ഇന്ദ്രന് അല്ലാതെ തട്ടിപ്പ് വെട്ടിപ്പ് പരിപാടിയൊന്നുമില്ല. വെള്ളം തിളക്കണ്ടെങ്കിൽ 100 ഡിഗ്രി ചൂടാക്കിയാലേ പറ്റും, എങ്കിലേ തിളക്കൂ. അല്ലെങ്കിൽ തിളക്കില്ല, അല്ലെങ്കിൽ കുറച്ച് പേരെ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. അപ്പം മുൻകൂട്ടി അതിലെല്ലാം ഒരു സയൻസ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ സ്തുതികളാണ് വേദമന്ത്രങ്ങൾ. വേദം എന്ന് പറഞ്ഞാൽ സയൻസാണ്. യഥാവധി സ്വീകരിച്ചാലും അതിൽ നിന്നും ശക്തി ഉൾക്കൊണ്ടുകൊണ്ട്, അപ്പൊ ആ സയൻസിന്റെ ശക്തി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ദ്രൻ എന്ത് ചെയ്യുന്നത്? എല്ലാ പോരാട്ടങ്ങളിലും നമ്മളെ രക്ഷകരായി തീരുക. ഇപ്പം നമ്മളൊരു യജ്ഞം ചെയ്യുമ്പോൾ അവിടെ ഒരു പോരാട്ടമാണ് നടക്കുന്നത്, അവിടെ ഒരു എതിർക്കുന്ന റിയാക്ഷൻ ഉണ്ട്. അതിനെ ഇന്ദ്രന്റെ സഹായത്താൽ, സയൻസിന്റെ സഹായത്താൽ നീ അതിനെ അതേപോലെ മുന്നോട്ടേക്ക് നയിച്ചിട്ട് ഞങ്ങളെക്ക് രക്ഷയോകുക. നമ്മൾ എന്താണോ നേടേണ്ടത് അത് നേടിത്തരിക. ഇനി 353 ഇന്ദ്രനോട് പറയാണ്, അങ്ങ് സേനകളുടെ നായകനാണ്. അപ്പൊ ഈ യുദ്ധത്തിൽ അവിടെ ഒരു യുദ്ധമാണ് നടക്കുന്നത്. ഏത് യജ്ഞമാണെങ്കിലും ഒരു യുദ്ധമാണ്. അതിൽ നീ അതിൻ്റെ നായകനാണ്. അപ്പൊ ഇന്ദ്രനാണ് നയിക്കുന്നത്. ഒരു ചോറ്റുപാത്രത്തിലുള്ള അരിയെ ചോറാക്കുന്നത് ഇന്ദ്രനാണ്. അതിൻ്റെ അകത്തുള്ള ശക്തിയാണ്, നമ്മളല്ല. നമ്മൾ പുറത്തുനിന്ന് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നോക്കി നിൽക്കുകയുള്ളൂ. നീ സേനകളുടെ നായകനാണ്, സ്തോതാക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്നവനുമാണ്. സ്തോതാക്കൾ, സ്തുതിക്കുന്നവർ, ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അവൻ എന്ത് ചെയ്യും? സാധിപ്പിച്ചു തരും. ഈ പറയുന്നതിൻ്റെ എല്ലാം അർത്ഥം നമ്മൾ സയൻസ് തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ശക്തിയുണ്ട്. ആ ശക്തി ആ വസ്തുവിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ മാറ്റിത്തരും. ഇങ്ങനെയൊന്നും നമ്മളെ സയൻസ് പഠിക്കില്ല. നമ്മൾ സയൻസിൽ പറയുക ഇതും കൂട്ടിച്ചേർന്നാൽ ഹൈഡ്രജനും ഓക്സിജനും കൂട്ടിച്ചേർന്നാൽ വെള്ളം ഉണ്ടാവുക. എവിടെ അതിന് അതിൻ്റെതായ സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ ആൾ വേണ്ടേ, മാനേജ്മെന്റ് വേണ്ടേ. നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കാനെല്ലാം റോക്കറ്റ് പോട്ടെ, നമ്മളും പല ടെക്നോളജി, ഐസിൻ്റെ ടെക്നോളജി എല്ലാം പഠിക്കുന്നുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് IC ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പം നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കാൻ പഠിച്ചെന്ന് വെച്ചാൽ നമുക്ക് റോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? അതിൻ്റെതായ ആൾക്കാരും സംവിധാനങ്ങളെല്ലാം ഉണ്ടെങ്കിലല്ലേ പറ്റൂ. അതുപോലെ പാത്രത്തിൻ്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ ഒരു ശക്തിയുണ്ട്, അതാണ് ഇന്ദ്രൻ. അങ്ങ് ഒറ്റക്ക് തന്നെ ശത്രുക്കളെ നയിക്കുന്നവനാണ്, സേനക്ക് തുല്യനാണ്. അങ്ങ് ഒറ്റക്ക് തന്നെ വലിയൊരു സേനയാണ്. ഇന്ദ്രൻ ഒറ്റക്കാണ്, അങ്ങനെയുള്ളൊരു ശക്തിയാണ്. നമ്മളൊരു വീടെല്ലാം വെക്കുമ്പോൾ അതിൻ്റെ നായകനാരാണ്? മേസ്ത്രിയാണ്. മേസ്ത്രി ഒറ്റക്കേ ഉള്ളൂ, ബാക്കി എല്ലാവരെയും നയിക്കുന്നത് ഒരൊറ്റ മേസ്ത്രിയാണ്. അപ്പൊ അങ്ങ് സേനകളുടെ നായകനാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ധനം കവർന്നെടുത്ത് നമുക്ക് കൊണ്ടെത്തിക്കുന്നു. അതായത് അതിലൂടെ എന്താ പറ്റുന്നത്? ആ വസ്തുവിലൂടെയുള്ള ധനം നമുക്ക് നേടിത്തരുന്നു. അരിയെ ചോറാക്കിയിട്ട് വലിയ വിലക്ക് വിറ്റിട്ട് ധനം നമുക്ക് നേടിത്തരുന്നു. ഏറ്റവും താഴെയുള്ളവനെ പോലും തൻ്റെ അധികാരം ഉപയോഗിച്ച് അവൻ വളർത്തും. അതായത് നമ്മൾ എത്ര താഴെയുള്ളവരാണെങ്കിലും ഈ ഇന്ദ്രന്റെ സഹായത്താൽ നമുക്ക് കർമ്മങ്ങൾ ചെയ്ത് അധ്വാനിച്ച് പുതിയ കർമ്മങ്ങളെല്ലാം ചെയ്ത് ഉന്നത നിലയിലെത്താൻ ഇന്ദ്രൻ സഹായിക്കും. അങ്ങനെയുള്ള അങ്ങയുടെ കൈമിൽ എന്തുണ്ട്? ധാരാളം ധനങ്ങളുമുണ്ട്. അതിലൂടെ സുഖവും നേടാൻ പറ്റുമെന്ന് നമുക്ക് അറിയാം.
അങ്ങനെ നിന്നെ സഹായം ഉപയോഗിച്ച അതിൻ്റെ സഹായം ഉപയോഗിക്കേണ്ടിക്ക് എന്ത് വേണം? സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യും? അതിനെ ധനമാക്കിത്തരും, നമുക്ക് സുഖവും നേടിത്തരും. ഇനി 354 പോരാട്ടത്തിൽ ശത്രുക്കളെ തോൽപ്പിക്കുന്ന അങ്ങ് ഞങ്ങൾക്ക് ധനം നേടിത്തരും. നേരത്തെ പറഞ്ഞ തന്നെ. അങ്ങനെയുള്ള ഇന്ദ്രനോട് പറയുകയാണ്, അവിടുന്ന് കുതിരകളെ രഥത്തിൽ കേർത്താലും. എപ്പോഴും ഇന്ദ്രൻ വരുന്നത് ഒരു കഥാപാത്രമാരിയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് സഞ്ചരിക്കാൻ എന്ത് വേണം? രഥം വേണം. കാരണം ഞാനിവിടെ ചോറുണ്ടാക്കും, ഇന്ദ്രൻ ഇവിടെ വരണം. അടുത്ത വീട്ടിൽ ചോറുണ്ടാക്കുകയാണെങ്കിൽ അവിടത്തേക്ക് പോകണം. അപ്പോൾ ഇത്രയും വേഗം അങ്ങ് അമേരിക്കയിലാണെങ്കിൽ അത്രയും വണ്ടിക്കൽ അങ്ങനത്തെ ഒരു രഥം വേണമല്ലോ. അത്ര വേഗത്തിലാണ് ഇന്ദ്രൻ എല്ലായിടത്തും എത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടുന്ന് കുതിരകളെ രഥത്തിൽ ചേർത്താലും മര്യാദയായും മാന്യമല്ലാത്തതുമായ രാജാവിനെ ഇല്ലാതാക്കിയാലും, ഒരു രാജ്യത്ത് രാജാവ് മര്യാദയില്ലാത്തവനും മാന്യനുമല്ലെങ്കിൽ ഒരു രാജ്യത്തിലുള്ള രാജാവിനെ അവിടെ ശരിക്ക് ഭരിക്കുന്നില്ലെങ്കിൽ അതിനെ എടുത്ത് ദൂരെ കളയുന്നതും ആരാണ്? ഇന്ദ്രനാണ്. അതും ഒരു യത്നമല്ലേ? ഒരു രാജാവിനെ മറച്ചിടേണ്ടിക്ക് അവിടെ ഒരു യുദ്ധം നടക്കണ്ടേ? ആ യുദ്ധ പ്രക്രിയയിലെല്ലാം പങ്കെടുക്കുന്നത് ആര് തന്നെയാണ്? ഇന്ദ്രൻ തന്നെയാണ്. ഇവിടെ പറഞ്ഞുകൊണ്ട് വെക്കുന്ന ഒരു കാര്യമാണ്, ഒരു രാജ്യത്തിലെ രാജാവ് ദുഷിച്ചാൽ കാലമാകുന്ന ഇന്ദ്രൻ തന്നെ, കാലത്തെ ഇന്ദ്രമായിട്ടും ചിത്രീകരിക്കാം. ഇന്ദ്രനാണ് അയാളെ അടിച്ച് കളയുന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് ധനം നേടിത്തരുന്ന ഇന്ദ്രനോട്, അങ്ങനെ നമുക്ക് ധനം നേടിത്തരും, നമുക്ക് സുഭിക്ഷത ഉണ്ടാക്കി തരും. രാജാവ് ശരിയല്ലെങ്കിൽ അയാളെടുത്ത് ദൂരെ കളയും. എൻ്റെ ജനത്തിന് വേണ്ടി സുഭിക്ഷത, ധനം ഉണ്ടാക്കിത്തരും. അങ്ങേ ഉപാസിക്കുന്ന രാജാവിനെ സംരക്ഷിച്ചാലും, അങ്ങേ ഉപാസിക്കുന്ന രാജാവ് എന്ന് പറഞ്ഞാൽ രാജാവും എന്ത് ചെയ്യുന്നവരായിരിക്കണം? കർമ്മം ചെയ്യുന്നവരായിരിക്കണം. ലോക നന്മയ്ക്ക് വേണ്ടി ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോക പുരോഗതിക്കായി പ്രവർത്തിക്കുന്ന രാജാവിനെ അങ്ങ് സംരക്ഷിക്കണം. കാരണം ആ രാജാവ് അങ്ങയെ ആശ്രയിക്കുകയാണ്. ആരെ? ഇന്ദ്രനെ. എന്തിനു വേണ്ടിയാണ് ഇന്ദ്രനെ ആശ്രയിക്കുന്നത്? ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്യാൻ, ലോകത്തെ പുതിയൊരു യുഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ. അങ്ങനെയുള്ള രാജാവിനെ നീ സംരക്ഷിക്കുക. നിന്നെ ഉപവസിക്കാതെ, അതായത് ഒരു രാജ്യത്തിന് വേണ്ടി ഒരു ചുക്കും ചെയ്യില്ല, സ്വന്തം കാര്യം നോക്കിയിട്ട് ആ കസേലയിൽ ഇരുന്നിട്ട് വിടുവായത്വം പറയുന്ന രാജാക്കന്മാരെ നീ തടിച്ചുടക്കണം. ആ രാജ്യത്തിലെ രാജാവിനെ അടിച്ചുടക്കിയിട്ട് ഇല്ലാതാക്കിയിട്ട് നല്ല രാജാവിനെ സ്ഥാപിച്ച് നമുക്ക് ധനത്തെ നേടിത്തരണം. ഇനി 355 എല്ലാ യാഗങ്ങളിലും വ്യാപിക്കുന്ന മധുരരസമുള്ള ഗോക്കൾ. ഇവിടെ ഗോക്കൾ എന്ന് പറയുമ്പോൾ പശുവല്ല, എല്ലാ യാഗത്തിലും എല്ലാ യജ്ഞത്തിലും പങ്കെടുക്കുന്നത് ഒരു രാസപ്രവർത്തനമാണ്. എന്ത് കർമ്മം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു രാസപ്രവർത്തനമാണ്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് ഓർബിറ്റുകളുടെ ഇലക്ട്രോണുകളാണ്. ആ ഇലക്ട്രോണുകളെയാണ് ഗോക്കൾ എന്ന് പറയുന്നത്. നമ്മളൊരു കല്ല് പൊട്ടിക്കുകയാണെങ്കിൽ അതിലെ ആറ്റങ്ങളെ യോജിപ്പിക്കുന്ന ഇലക്ട്രോണുകളെ വേർപെടുത്തിയിട്ട് ബോണ്ടുകളെ മാറ്റിയിട്ടാണ് കല്ലിനെ രണ്ടാക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണാണ് ആ ബന്ധം വേർപെടുത്തുന്നത്. ആ ഇലക്ട്രോണിനെയാണ് ഗോക്കൾ എന്ന് പറയുന്നത്. അപ്പം എല്ലാ യാഗങ്ങളിലും വ്യാപരിച്ചിരിക്കുന്ന ഗോക്കൾ സോമം പാനം ചെയ്യുന്നു. ആ കൊടുക്കുന്ന വസ്തുവിലെ പാനം ചെയ്തിട്ടാണ് വസ്തു പുതിയ രൂപത്തിലേക്ക് രാസപ്രവർത്തനത്തിലൂടെയാണ് പുതിയ രൂപം പ്രാപിക്കുന്നത്. അരിയിലുള്ള ഘടനയല്ല, ഇൻറ്റേർണൽ സ്ട്രക്ചറല്ല ചോറിലുള്ളത്. ചോറിൻ്റെ അകത്തുള്ള സ്ട്രക്ചറും അരിൻ്റെ അകത്തുള്ള സ്ട്രക്ചറും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ആ മാറ്റം അതിലുള്ള ഇലക്ട്രോണുകളുടെ വേർപെടലും കൂടിച്ചേരലിലൂടെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ഇലക്ട്രോണുകളെയാണ് ഗോക്കൾ എന്ന് പറയുന്നത്.
ഇന്ദ്രനോടൊപ്പം ഗോക്കൾ പ്രകാശമൊഴുക്കുന്നു. ആ ഇന്ദ്രനോടൊപ്പം, ഇന്ദ്രനാണ് അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി, ഗോക്കൾ പ്രകാശം ഒഴുകുന്നു. അങ്ങനെയുള്ള ഇലക്ട്രോൺ പുറത്തേക്ക് വരുമ്പോഴാണ് പ്രകാശമുണ്ടാകുന്നത്. അങ്ങനെയുള്ള ഇലക്ട്രോണുകൾ, ഗോക്കൾ പുറത്തേക്ക് കമ്പിയിലൂട്ട് വരുമ്പോഴാണ് നമ്മളെ ട്യൂബ് ലൈറ്റ് കത്തുന്നത്. കുറച്ച് വലിയ വിഷയങ്ങളാണ് ഇതിലെല്ലാം ഉള്ളത്. എഞ്ചിനീയറിംഗ് എല്ലാം ഉണ്ട്. അല്ലാതെ വേദവരികൾക്ക് അർത്ഥമൊന്നുമില്ല. വായിക്ക് തോന്നിയ പറഞ്ഞു വിട്ടിട്ട് വേദം എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാമാണ് അടിച്ചിളക്കി വിടുന്നത്. അന്തം വിട്ടുപോകും. ചിലവരെല്ലാം ഓരോന്നും മനസ്സിൽ വായിക്ക് തോന്നുന്ന മാതിരി അടിച്ചു വിട്ടിട്ട് എല്ലാം കാണുമ്പോൾ അന്തം വിടുക. ഇതെല്ലാം എവിടെ നിന്നാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, 108 ഉപനിഷത്തുക്കള്, 18 പുരാണങ്ങൾ, ഇതിലൂട്ടി എല്ലാം നമ്മൾ കടന്നു പോകുന്നത്. അതിലില്ലാത്ത കാര്യങ്ങളാണ് ഓരോ ദിവസവും അടിച്ചടിച്ച് വിടുന്നത്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ ദൈവം കോപിക്കും, ദൈവത്തെ തൃപ്തിപ്പെടുത്തിയിട്ട് നിന്നെ കാര്യം സാധിപ്പിക്കാൻ ഇങ്ങനെ ചെയ്യുക, ദിവസവും രാവിലെ എണീച്ചാൽ ഇങ്ങോട്ട് തിരിയണം, ഇങ്ങോട്ട് തിരിയണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വായിക്ക് തോന്നുന്ന അടിച്ചു വിടുകയാണ്. കുറെ പേര് വായും തുറന്ന് കേട്ടുകൊണ്ടിരിക്കും. കാരണം ഇതെല്ലാം അവരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലാണ് പറയുക. നമുക്കിപ്പം പ്രത്യേകിച്ച് ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്തെന്ന്, എന്താണ്, കട്ടർ. പണ്ടത്തെ കാലത്തില്ലല്ലോ. ഏത് കട്ടർ ഉണ്ടല്ലോ, ഇപ്പം ഇലക്ട്രിക്കിൻ്റെ എല്ലാം കട്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ടി വിയിൽ കാണാം മറ്റേ കട്ടർ, മരമെല്ലാം മുറിക്കുന്ന കണ്ടിട്ടില്ലേ, കമ്പ് മുറിക്കുന്നത് പരസ്യം കാണാം, കമ്പ് മുറിക്കുന്ന കട്ടർ. അത് വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും അടിച്ചു വിടാം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കട്ടർ കണ്ടുപോട്ടാ കേട്ടാ. അതായത് ആ മുറിക്കലാണ്. വഴിക്ക് വെച്ച് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കുന്ന പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാതെ സാധാരണ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ചില വിഭാഗം സ്ത്രീകൾ, എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, ഇന്ന് അവരിൽ നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ട്. ശരിയാണ്, കട്ടർ മുറിക്കല്ലേ ഇന്ന്. അപ്പം ഇന്ന് പോയി കഴിഞ്ഞാൽ എവിടെ എത്തുമ്പോൾ നമ്മളെ കാറ്റ് പോകും. ഇങ്ങനെ ലോലഹൃദയരായ ആൾക്കാരെ ഓരോന്ന് പറഞ്ഞ് വേദത്തിൻ്റെ പേരിലാണ് ഇത് അടിച്ചുവിടുന്നത്. ആത്മീയത എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി. എനർജിയിൽ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി എന്നും പറഞ്ഞൊന്നുമില്ല. പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് എനർജി എന്താണ്? എനർജി എന്ന് പറഞ്ഞാൽ പെട്രോൾ എന്ന്, എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ സോഴ്സ് പെട്രോളാണ്. എനർജി, പോസിറ്റീവ് എനർജി, പെട്രോൾ പോസിറ്റീവ്. അതിൻ്റെ നെഗറ്റീവ് എനർജി എന്താണെന്ന് സയൻസ് പറയുന്നത്. അതിൻ്റെ നെഗറ്റീവ് എനർജി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെട്രോളിൻ്റെ നെഗറ്റീവ് എനർജി എന്താണ്? എനിക്കറിയില്ല പെട്രോളിന് നെഗറ്റീവ് എനർജി എന്താണ്. വൈദ്യുതി പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് വൈദ്യുതി ഉണ്ടാകും. ചാർജുണ്ട്, നെഗറ്റീവ് വൈദ്യുതി. എനർജി എന്ന് പറയുന്നത് വൈദ്യുതി, അത് പോസിറ്റീവ് വൈദ്യുതി. നെഗറ്റീവ് വൈദ്യുതി എന്താണ്? ഇതൊന്നും സയൻസ് വാക്കല്ല, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി. പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് ഉന്മേഷം നൽകുന്നത് പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് പറയാം. മനസ്സിന് ഉന്മേഷം നൽകുന്നത് പോസിറ്റീവ് എനർജി. അങ്ങനെയാണെങ്കിൽ നല്ല കാര്യങ്ങൾ കാണുന്നത്, കേൾക്കുന്നത് നല്ല തരം പോസിറ്റീവ് എനർജിയാണ്. അതെല്ലാം സ്വഭാവ വിശേഷങ്ങളാണ്. അല്ലാതെ അതിനെ എനർജിയായിട്ട് വേറെ എന്തോന്ന് വീട്ടിൻ്റെ അകത്തുണ്ട്, അത് നമ്മളെ ഉള്ളിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നു. അതെന്താ സാധനം? അങ്ങനെ ഒരു സാധനമില്ല. മനസ്സിനെ ഉണർത്തുന്നത് പോസിറ്റീവ് എനർജി ആണെങ്കിൽ നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുക, ജ്ഞാനം നേടുക, അപ്പോൾ പോസിറ്റീവ് എനർജി. ജ്ഞാനം പോസിറ്റീവ് എനർജിയാണ്. അജ്ഞാനം പ്രചരിപ്പിക്കുന്നത് നെഗറ്റീവ് എനർജിയാണ്. അതാണ് നെഗറ്റീവ് എനർജി. അജ്ഞാനം നമ്മളിലൂടെയൊക്കെ കുത്തിയേറ്റുക. ചില പ്രഭാഷണങ്ങളിലൂടെ അത് ചെയ്തു കഴിഞ്ഞ് ഇതായിപ്പോ നീ കണ്ടില്ലേ, നീ പോകുമ്പോൾ ഒരു കൊടുവാള് കണ്ട് നിന്റെ കാര്യം ഇന്ന് പോക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവൻ്റെ ഉള്ളിൽ പേടിയുണ്ട്. ഇത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നവരാണ് ഇവര്. അപ്പൊ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ഇത്തരം സംഭാഷണങ്ങളാണ് നെഗറ്റീവ് എനർജി. മനുഷ്യന്റെ ചിന്തകളെ പിന്നോട്ടേക്കും ഗോത്ര കാലഘട്ടത്തിലേക്കും അജ്ഞതയിലേക്കും കൊണ്ടുപോകുന്നതാണ് നെഗറ്റീവ് എനർജി. ആ ചിന്തകൾ, മനസ്സിന്റെ നെഗറ്റീവ് എനർജി. അല്ലാതെ എനർജി എന്നത് നിലയിൽ എനർജി പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമില്ല. മനസ്സിനെ ഉണർത്തുന്ന ആക്ടിവിറ്റീസ് പോസിറ്റീവ് ആണെങ്കിൽ മനുഷ്യനെ, അതാണ് വേദങ്ങൾ പഠിപ്പിക്കുന്നത്. വേദം എന്താ പഠിക്കുന്നത്? നീ ഈശ്വരനാകുന്നു, വേറെ ആരും നിന്നെ കട്ടിയും കീഴിയുമില്ല, മുകളിലുമില്ല. നിന്നെ നയിക്കുന്നത് ഈശ്വരനാണ്. അതാണ് പോസിറ്റീവ് എനർജി. അല്ലാതെ നമ്മളെ ഒരുമാതിരി താത്തിയിട്ട് നമ്മൾക്ക് പുറമേ എന്തോ ശക്തിയുണ്ട് എന്നെല്ലാം പഠിപ്പിക്കുന്നത് അജ്ഞതയിലും അന്ധകാരത്തിലേക്കും തള്ളിവിടുകയാണ്. നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. ആ ബുദ്ധിയും കഴിവും അവയവങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് നീ പുരോഗതിയിലേക്ക്, ഈശ്വരന് സമാനം ഉയരുക എന്നതിലേക്ക് ആൾക്കാരെ സ്വന്തം കാലിൽ നിർത്തിക്കൊണ്ട് സ്വന്തം വ്യക്തിത്വത്തിൽ ഉറച്ചുകൊണ്ട് ഞാൻ എന്ന ഒരു ദൃഢ നിശ്ചയം ഉണ്ടാക്കിയെടുക്കുന്നതാണ് പോസിറ്റീവ് എനർജി. അല്ലാതെ മനുഷ്യനെ അജ്ഞതയിലും അന്ധകാരത്തിലും വായിക്ക് തോന്നുന്നു പറഞ്ഞ് തള്ളിവിടുന്നത്, അതാണ് നെഗറ്റീവ് എനർജി. ആ പ്രവൃത്തി അതാണ് പലവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഗോക്കൾ പ്രകാശമൊഴുക്കുന്നു, അത് സന്തോഷം നിറഞ്ഞവരുമാവുന്നു. ഇന്ദ്രൻ പാനം ചെയ്ത സോമത്തിന്റെ ഭാഗം അവർ കുടിക്കുന്നു. ഈ സോമം നമ്മൾ ഇന്ദ്രനാണ് കൊടുക്കുന്നത്. നമ്മൾ എന്ത് കഴിയുമ്പോഴും സോമം ഇന്ദ്രനാണ് കൊടുക്കുന്നത്. ഒരു ചോറ് വെക്കുമ്പോൾ അരിയും വെള്ളവും എല്ലാം സോമമാണ്, അത് ഇന്ദ്രനാണ് കൊടുക്കുന്നത്. ആ ഇന്ദ്രൻ സോമത്തിന്റെ ഭാഗം അവർ കുടിക്കുന്നു, നമ്മളെല്ലാം കുടിക്കാം. ആ ഗോക്കൾ ഇന്ദ്രന്റെ സ്ഥാനത്ത് കുടികൊള്ളുന്നു. ഈ പറയുന്ന രാസപ്രവർത്തനം നടക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, അതിൻ്റെ അകത്ത് എന്തുണ്ട്? ഇലക്ട്രോണുകളാണ് പങ്കെടുക്കുന്നത്. അതാണ് ഗോക്കൾ. ആ ഗോക്കൾ ഇന്ദ്രന്റെ സ്ഥാനത്ത് കുടികൊള്ളുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ദ്രന്റെ സ്ഥാനത്ത് കുടികൊണ്ടുകൊണ്ടാണ് ഈ രാസപ്രവർത്തനത്തിലെ ഇലക്ട്രോണുകൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയോണ്ട് ചെറിയൊരു മറ്റേ വിഷയത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് വേദം കൈകാര്യം ചെയ്യുമ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് തെറ്റിപ്പോയി. നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയ അതാ കുഴപ്പം. നമ്മൾ വേദം പഠിപ്പിക്കുമ്പോൾ വേദവരികളിലേക്ക് മാറണം, അല്ലെങ്കിൽ നമ്മൾ എവിടെയെല്ലാം എത്തിപ്പോവും. ഇല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തുമെന്നറിയാം. വേദത്തിൻ്റെ ഒരു കാര്യം വെച്ചാൽ പണ്ട് നമ്മൾ എങ്ങനെയല്ലായിരുന്നു പാടുപെട്ടിട്ട് എത്രയോ കിലോമീറ്റർ നടത്തിയിട്ട് സ്കൂളിൽ പോയിട്ട് ഇന്ന് നമ്മളെ മക്കൾ എന്നെല്ലാം പറഞ്ഞാൽ വിഷയം അങ്ങ് പോയി. അപ്പോൾ ഏത് രാസപ്രവർത്തനത്തിലും പങ്കെടുക്കുന്നത് ഇലക്ട്രോണുകളാണ്. ആ ഇലക്ട്രോണുകൾ ഇന്ദ്രനെ സഹായിക്കുകയാണ്. അപ്പം നമ്മളൊരു കല്ല് പൊട്ടിക്കുമ്പോൾ ഇന്ദ്രനാണ് അവിടെ ഏകോപിപ്പിക്കുന്നത്, അതിലെ ആറ്റങ്ങളെ വേർപെടുത്താൻ. അപ്പോൾ ആ കാര്യത്തിൽ ഇലക്ട്രോണുകളും ഇന്ദ്രനോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഊർജത്തിൻ്റെ സഹായത്താൽ ആറ്റങ്ങളെ വേർപെടുത്തി, തന്മാത്രകളെ വേർപെടുത്തി കല്ലിനെ വേർപെടുത്തുന്നു. ഇതാണ് ഈ പറഞ്ഞു തന്നതിൻ്റെ അർത്ഥം. ഇതിലല്ലേ എത്രയോ വലിയ സയൻസുകളാണ് ഉള്ളത്. അല്ലാതെ നമ്മളിന്ന് പുറത്ത് കേൾക്കുന്നത് ഒന്നും ഇവിടെ കാണില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വേദവരികളിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കൂ. വേദം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ പൂട്ടിയിരുന്നിട്ട് ഖണ്ഡം 5 അതിനെ നമുക്ക് പറയാം. നമ്മ ഇതിലെല്ലാം ആത്മീയം, മറ്റേത് അത് ഇത്. പണ്ടത്തെ കാലത്തെല്ലാം ആത്മീയം എങ്ങനെയല്ലായിരുന്നു, നമ്മൾ എങ്ങനെയല്ലായിരുന്നു, ഇപ്പോഴത്തെ നമ്മളെ മക്കൾ. ഇതെല്ലാം കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ആ വേദത്തിൽ മുഴുവനിക്കുന്നാണുള്ളത്. ഇനി 356 ഇന്ദ്രസ്പർശം ആഗ്രഹിക്കുന്നവർ പല നിറം ചേർന്നതുമായ ഗോക്കൾ. അപ്പൊ ഇന്ദ്രന്റെ സഹായം ആഗ്രഹിച്ചുകൊണ്ട് പല നിറം ചേർന്ന ഗോക്കൾ. അപ്പം ഗോക്കൾക്ക് പല നിറമുണ്ട് എന്ന് പറയുമ്പോൾ നിറങ്ങളിൽ എന്തുണ്ട്? ഊർജ വ്യത്യാസമുണ്ട്. നിറങ്ങള് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, ഇതിൻ്റെ എല്ലാം എനർജി ലെവലിൽ വ്യത്യാസമുണ്ട്.
അതിൻ്റെ ഫ്രീക്വൻസിയിലെല്ലാം വ്യത്യാസമുണ്ട്, അതിൻ്റെ ഊർജത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ഈ ഇലക്ട്രോണിനും നിറങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഇലക്ട്രോണുകൾക്ക് വ്യത്യാസമുണ്ട് ഊർജത്തിൻ്റെ അളവിൽ. ഒരാറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ ഇലക്ട്രോണ്, ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പുറത്തുനിന്ന് വരുന്ന ഇലക്ട്രോണും ഓക്സിജൻ ആറ്റത്തിൻ്റെ പുറത്തു നിന്ന് വരുന്ന ഓക്സിജനിൽ നിന്ന് വരുന്ന ഇലക്ട്രോണും തമ്മിൽ വ്യത്യാസമുണ്ട് എനർജി ലെവലിൽ. ഏത് ഓർബിറ്റിൽ നിന്ന് വരുന്ന അനുസരിച്ചാണ് അതിൻ്റെ ഊർജ സ്രോതസ്. അപ്പം ഈ ഇലക്ട്രോണുകൾ പല ഊർജ ലെവലിലായത് കൊണ്ടാണ് അത് പലതരം വസ്തുക്കളായിട്ട് മാറുന്നത്. ഇതെല്ലാം കെമിസ്ട്രിയുടെ കുറച്ച് അഡ്വാൻസ്ഡ് ഫോമിലേക്ക് പോവുകയാണ്, സാമവേദം. പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു പോകാൻ പറ്റില്ല, കാരണം അതൊരു കെമിസ്ട്രി ക്ലാസ്സോ എന്തോ ആയിപ്പോകും. അതുകൊണ്ട് അത്രയിലേക്കൊന്നും കടക്കുന്നില്ല. ഗോക്കൾ, പല നിറം ചേർന്നതുമായ ഗോക്കൾ ഇന്ദ്രന് പാനം ചെയ്യാനുള്ള സോമത്തോടൊപ്പം തങ്ങളുടെ പാൽ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ഇന്ദ്രനാണ് ഈ ഗോക്കളെ ഉപയോഗിക്കുന്നത്. അങ്ങനെ രാസപ്രവർത്തനം നടക്കുന്ന ഇതിലുള്ള ഇലക്ട്രോണുകൾക്ക് പല ഊർജ ലെവലുകൾ ഉണ്ട്. അങ്ങനെ ഇന്ദ്രപ്രീതിക്ക് കാരണമായ ഗോക്കൾ ആ പങ്കെടുക്കുന്ന ഇലക്ട്രോണുകൾക്ക് ഇന്ദ്രപ്രീതിക്ക്, ഇന്ദ്രൻ പറയാ നീ കഴിവുള്ള ഇലക്ട്രോണുകളാണ്, എൻ്റെ ആഗ്രഹം നീ സാധിപ്പിച്ചു എന്ന് ഇന്ദ്രനെയാണ് തൃപ്തിപ്പെടുത്തുന്നത്. അവിടുത്തെ മേസ്ത്രി ഇന്ദ്രനാണ്. മേസ്ത്രിയാണ് രാസപ്രവർത്തനം നടത്തുന്നത്. അതിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോണുകൾക്ക് പല എനർജി ലെവലുകളുണ്ട്. ആ ഗോക്കളെ ആ യജ്ഞം നടത്താൻ ഗോക്കളെ യജ്ഞം നടത്താൻ സഹായിക്കുമ്പോൾ ഇന്ദ്രൻ അവയെ പ്രശംസിക്കും. അപ്പോൾ എവിടത്തേക്കെത്തി? കെമിസ്ട്രിയുടെ ആ ഇലക്ട്രോണിക് രാസപ്രവർത്തനങ്ങളിലുള്ള അവിടെയല്ലേ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി, എൻട്രോപ്പി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കെമിസ്ട്രിയിൽ കുറേ വിഭാഗങ്ങളുണ്ട്. സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഓർബിറ്റിൽ നിന്നും വരുന്ന എനർജി ലെവൽസിന് വ്യത്യാസമുണ്ട്. അതിൻ്റെ എല്ലാം പരാമർശിച്ചുകൊണ്ടുള്ള ഒരു സംഗതിയാണിത്. ഇന്ദ്രപ്രീതിക്ക് കാരണമാകുന്ന ഗോക്കൾ ശത്രുക്കളെ ഇല്ലാതാക്കുന്നു. അവരാണ് അവിടെ തടസ്സങ്ങളെ മാറ്റിയിട്ട് നമ്മൾ ചെയ്യുന്ന രാസപ്രവർത്തനത്തിൽ പുതിയ വസ്തുവാക്കി മാറ്റി തീർക്കാൻ സഹായിക്കുന്നത്. ഇല്ലാതാക്കുന്ന വജ്രരൂപമായ ആയുധത്തെ, അപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യും? ആ വജ്രരൂപമായ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ആറ്റങ്ങളെയെല്ലാം വേർപെടുത്തിയിട്ട് വേറൊരു തരത്തിൽ കൂട്ടിച്ചേർത്തിട്ട് പുതിയ വസ്തു ഉണ്ടാക്കിത്തരും. അവിടെ ശത്രുക്കളുടെ നേരെ വജ്രായുധം പ്രയോഗിക്കുന്നു. ഇപ്പം രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകൾ സഹായിക്കുന്നു, പലതരം ഊർജമുള്ള ഇലക്ട്രോണുകൾ പങ്കെടുക്കുന്നു സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇന്ദ്രൻ ആറ്റങ്ങളെയെല്ലാം വെട്ടി മാറ്റിയിട്ട് വേറൊരു തരത്തിൽ കൂട്ടിച്ചേർത്തിട്ട് പുതിയ കൃത്രിമ റബ്ബറോ എന്തോ ഉണ്ടാക്കിത്തരും. പാൽ നൽകുന്ന ഗോക്കൾ, പാൽ എന്ന് പറഞ്ഞാൽ ഊർജം നൽകുന്ന ഗോക്കൾ ഇന്ദ്രൻ്റെ സ്വന്തം രാജ്യത്തിലാണ് താമസിക്കുന്നത്. ഇന്ദ്രൻ്റെ കൂടെയാണ് ഈ ഗോക്കളെല്ലാം പ്രവർത്തിക്കുന്നത്. നമ്മളൊന്നും കാണുന്നില്ല. ഒരു ചോറ് വെക്കുമ്പോൾ അതിൻ്റെ അരിൻ്റെ അകത്ത് എന്താ നടക്കുന്നതെന്ന് നമ്മളറിയുന്നുണ്ട്. പക്ഷെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, എന്തെല്ലാം മാറ്റങ്ങളാണ് നടക്കുന്നത്, എന്നിട്ടാണത് ചോറായി മാറുന്നത്. അതിനെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി അവിടെയുണ്ട്, ഇന്ദ്രൻ. അതിൽ പങ്കെടുക്കുന്നത് ഗോക്കൾ, ഇലക്ട്രോൺ. ആ ഇലക്ട്രോൺ പലതരം ഊർജത്തിലുള്ള ഇലക്ട്രോണുകളാണ്. ഇനി 357 ജ്ഞാനം ചേർന്ന ഗോക്കൾ. ഈ ഗോക്കൾക്ക് ജ്ഞാനമുണ്ട്. ആ ഗോക്കൾ, ആ പങ്കെടുക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജി ലെവൽ അനുസരിച്ചാണ് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഇലക്ട്രോണുകൾക്ക് ജ്ഞാനം തികഞ്ഞവരാണ്. ആ ജ്ഞാനമാണ് കെമിസ്ട്രിയിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇന്ദ്രശക്തിയെ തൻ്റെ പാലാകുന്ന അന്നത്താൽ ആരാധിക്കുന്നു. യുദ്ധത്തിൽ അപകടമാണെന്നറിയുന്ന, ആ യുദ്ധം വളരെ അപകടം നിറഞ്ഞതാണ്.
അതറിയുന്ന ഇന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വീരകർമ്മങ്ങൾ അറിയേണ്ടതാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് വീരകർമ്മങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ അവിടെ വലിയ ഭീകരപ്രവർത്തനങ്ങളാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. നമുക്ക് പുറത്തൊന്നും കാണുന്നില്ലെങ്കിലും അതിൻ്റെ അകത്ത് നമ്മളിപ്പം നമ്മളെ രക്തത്തിലൂടെ അതിൻ്റെ അകത്ത് നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ പറ്റിയെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടുപോകും. രക്തത്തിൽ ഭക്ഷണം ആ ഒരു പ്രോസസ്സെല്ലാം ചെയ്യുന്നത് നമ്മൾ നിരീക്ഷിച്ചാൽ നെറ്റിലെല്ലാം വേണമെങ്കിൽ അത് കാണാൻ പറ്റും. നെറ്റിലൂട്ടിയെല്ലാം അതെല്ലാം കണ്ട അന്തം വിട്ടുപോകും. അപ്പം അവിടെ വലിയൊരു യുദ്ധമാണ്, അപകടം നിറഞ്ഞ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. വീരകർമ്മങ്ങളാണ് അവിടെ നടക്കുന്നത്. അതിനനുസരിച്ചുകൊണ്ട് ഈ ഗോക്കൾ എന്ത് ചെയ്യുന്നു? അതിൽ പങ്കെടുക്കുന്ന ഈ ഇലക്ട്രോണുകൾ ഇന്ദ്രനെ സഹായിക്കുന്നു, ഇന്ദ്രന് വേണ്ടി സേവനം ചെയ്യുന്നു. അപ്പോൾ അവിടെ ഇലക്ട്രോണുകളാണ് ഇന്ദ്രനെ യജ്ഞങ്ങളിൽ സഹായിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് വലിയൊരു വിഷയത്തിലേക്കാണ്, കെമിസ്ട്രിയിലേക്കാണ്. സാമവേദം എന്ന് പറഞ്ഞത് കെമിസ്ട്രിയാണ്.